ഇൻസൈഡിൻ്റെ പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മെയിൻ ചാനൽ അറിയാലോ, ക്രിപ്റ്റോ അതുപോലെ തന്നെ മണി മേക്കിംഗ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ മെയിൻ ചാനൽസൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നവനീത് ടോക്സ് എന്ന ചാനലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രിപ്റ്റോ ടു ബി എന്ന് പറയുന്ന ക്രിപ്റ്റോ ബേസ് ആയിട്ട് വരുന്ന പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ പറയുന്നൊരു ചാനലും ഉണ്ട്. എന്തായാലും ഫോളോ ചെയ്ത് വെക്കുക. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. പാർട്ട് 2 അവസാനം നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടായിരുന്നു സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിവിടെ ഒരു ബോക്സ് കണ്ടോ. അപ്പോൾ ഈ ഒരു ബോക്സ് പതിയെ നമ്മൾ നീക്കണം. നീക്കിയിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ എന്തിനാണ് ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ബോക്സ് താഴെ വേണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ താഴത്തോട്ട് എടുത്ത് ചാടാൻ എന്തായാലും പറ്റത്തില്ല. എടുത്ത് ചാടി കഴിഞ്ഞാൽ നമ്മൾ ഫെയിലാവും. അപ്പോൾ നമുക്ക് ഈ കോണി കൂടെ തന്നെ താഴോട്ട് ഇറങ്ങി നമുക്ക് ആ ഒരു ഭാഗത്ത് പോവാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു ബോക്സ് എന്തിനാണ് തള്ളിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു ബോക്സിൻ്റെ ആ ഒരു ആഘാതത്തിൽ ഇവിടെ ഫുള്ള് പലകേൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അവിടെ ഒരു ഹോള് വരും. അപ്പോൾ ആ ഹോളിലോട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങണം. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫ്യൂസ് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വലിക്കാം. ഓക്കെ. ഇനി മുന്നോട്ട് പോവാം. ഓക്കെ. ഇനി ഈ വഴിയാണ് നമ്മളിനി മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ ഒരു ലിവർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു കിരീടം പോലത്തെ സാധനമുണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 2 മനുഷ്യന്മാരുണ്ട്. അപ്പം നമ്മൾ കൺട്രോൾ ചെയ്യണം. ഒരാൾ വന്നു. ഇപ്പോൾ ഈ ഒരു ഷട്ടർ തുറക്കണം. ഈ ഒരു ഷട്ടർ തുറക്കേണ്ടത് ഇങ്ങനെയല്ല. അപ്പോൾ ഇതിലൂടെ ഒരു ലിവർ ഉണ്ടോ താഴെ. അപ്പോൾ ആ ഒരു ലിവറിൻ്റെ ഇതിലാണ് തുറക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു ലിവർ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. സംഭവം ഷട്ടർ തുറന്നിട്ടുണ്ട്. ഷട്ടറിൻ്റെ അപ്പുറത്ത് ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരാളെയും കൂടെ നമ്മൾ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം. കാരണം ഇവിടെ നമുക്ക് സൈഡിലൊരു ഡോറുണ്ട്. അപ്പോൾ ആ ഒരു ഡോറ് തുറക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 2 വെള്ള സ്വിച്ച് കണ്ടോ. അപ്പോൾ ആ ഒരു സ്വിച്ചിൻ്റെ ഇതിലോട്ട് നമ്മൾ ആ ഒരു മെമ്പേഴ്സിനെ സെറ്റാക്കി എടുക്കണം. കണ്ടോ. അപ്പോൾ അവിടെ ആ ഒരു മീറ്ററിൽ ലൈറ്റ് തെളിഞ്ഞുണ്ടോ. കണ്ടോ, അവിടെ ഒരു ഗ്രീൻ കളർ തെളിഞ്ഞുണ്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു ഇതിൽ വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മറ്റേ ആൾ ഇനിയിപ്പോൾ അപ്പുറത്തോട്ട് പോവാതെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു സ്വിച്ചിൻ്റെ മേലെ ഈ 2 പേരെ നിർത്താനായിട്ട്. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങളിപ്പോൾ കണ്ടോ. 2 പേരെ 2 സൈഡിലോട്ട് വിടുക. എന്നിട്ട് ഒരേ ലെവലിൽ എന്ത് ചെയ്യുക, തിരിക്കുക. ഓക്കെ. തിരിച്ച് കഴിയുമ്പോൾ ആ ഒരു സ്വിച്ചിൻ്റെ മേലെ വരും. കണ്ടോ, അവിടെ ഒരു ഡോറ് തുറന്നുണ്ടാവും. അപ്പോൾ അവിടെ മേലെ ലൈറ്റ് ആ മീറ്ററിൽ തെളിഞ്ഞുണ്ടോ. ഇനിയിപ്പം മുന്നോട്ട് പോവാം. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമുക്കിവിടെ ഒരു കോവണി കാണാം. കോവണിക്കൂടെ നമുക്ക് മേലോട്ട് കയറാം. ഓക്കെ. ഇനി മുന്നോട്ട് പോവാം. എൻ്റെ അമ്മോ, സത്യം പറഞ്ഞാൽ മടുക്കുന്ന ഒരു ഇതാവും ഇപ്പം മൊത്തത്തിൽ. ഇനിയിപ്പോൾ നമുക്കിതിലൂടെ നേരെ പോയി ശരിക്കും പറഞ്ഞാൽ മുന്നോട്ടുള്ള ഓരോ വഴിയും ഭയങ്കര ടാസ്കുകളൊക്കെ നിറഞ്ഞ കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് അവിടെ ആ മനുഷ്യന്മാർ പോകണുണ്ടോ. അപ്പോൾ അതിലോട്ട് നമ്മൾ എത്തിപ്പെടും. നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു ടാസ്ക് ഉണ്ട് ഇതിനകത്ത്. വലിയൊരു ടാസ്ക് വരുന്നുണ്ട്. നമുക്ക് ഈ ഗ്രില്ലൊക്കെ കഴിഞ്ഞ് പോകണം. ഓക്കെ. ഞാനിത് 2-3 തവണ കളിച്ചുകൊണ്ടാണ് കേട്ടോ എനിക്കിതിപ്പോൾ കറക്റ്റ് ആ ഒരു രീതിയിൽ പോകുന്നത്. കറക്റ്റ് ഇല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ വീണിട്ടുണ്ടാവും. ഉറപ്പായിട്ടും താഴെതാ ഇതേപോലെ പൊട്ടി താഴെ പോകുന്നുണ്ടാവും. ഇപ്പം നമ്മൾ ഇവിടെ മുന്നോട്ടല്ലായിരുന്നു വരണ്ടേ, ചത്ത്. ഇതിൻ്റെ അപ്പുറത്ത് അടുത്ത ബിൽഡിങ്ങിലോട്ട് നമ്മൾ ചാടണം. പിന്നെ ഷിറ്റ്. ഇനി നമുക്ക് കുറച്ചുകൂടെ ശക്തിയായിട്ടുള്ള രീതി ചാടാം.
ഇവിടെ ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പിൽ കൂടെ താഴോട്ട് ഇറങ്ങണം. ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ പടക്കമൊന്ന് താഴെ കിടക്കും. ഓക്കെ, താഴെ എത്തി. ഇനിയിപ്പോൾ ഇവിടെ ഒരു സംഭവം പലക പൊളിക്കാനുണ്ട്. ഇത് പൊളിക്കാം. ഓക്കെ, ഇത് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കണ്ട. പൊളിച്ച് ഇനി നമ്മൾ നേരെ ഇവിടെ ഒരു കോണിയുണ്ട്, അത് പിടിക്കുന്നു. ഇവിടെ ഒരു ടാസ്ക് ഉണ്ട്. ടാസ്ക് എന്ന് വെച്ചാൽ ഇവിടെ 2 മെഷീൻ കണ്ടോ. ഇവിടെ ഫുള്ള് ഈ ലൈറ്റിങ്ങിൻ്റെ ഒരു സംഭവമാണ്. കാരണം നമ്മൾ ആ ഒരു ലൈറ്റിൽ പെടാനേ പാടില്ല. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ 2 മെഷീൻ കണ്ടോ, ഒരു റോബോട്ട് പോലെ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലൈറ്റ് ഇങ്ങോട്ട് അടിക്കും. അപ്പോൾ ആ ഒരു ലൈറ്റ് വട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരാൾ അവിടെ ഇങ്ങനെ പെട്ട് കിടക്കുന്നതായിട്ട് കണ്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഒരു ഗേറ്റ് തുറന്നിടണം, ഇല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ഇതുണ്ടോ, ഇവിടെ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നുണ്ടോ. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ചടങ്ങാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആ ഒരു വെട്ടത്തിൽ പെട്ടാനുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. കൊണ്ടുപോകും ഇതുണ്ടോ, ആ ഒരു ഇത് വെച്ചിട്ട് ആ ഒരു വെച്ചം കൊണ്ടുപോകും. അപ്പം നമ്മൾ ആ ഒരു വെട്ടത്തിൽ പെടാണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇങ്ങനെ ഇപ്പം മറ്റേ ലൈറ്റ് അങ്ങോട്ട് പോകുമ്പോൾ വേഗം പോയി കയറും. പക്ഷെ നമ്മൾ ഗേറ്റ് തുറക്കാണ്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പെട്ടിട്ടുണ്ടാവും ആ ലൈറ്റിൽ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇനിയിപ്പം ഈ ഒരു ഇതിലൂടെ ഒന്ന് പോകണം. ഇവിടെയാണ് വലിയൊരു ടാസ്ക്. കാരണം നമ്മൾ നേരത്തെ കുറേ മനുഷ്യന്മാർ നടക്കുന്നുണ്ടില്ലായിരുന്നോ. ഇനിയിപ്പോൾ ഈ മനുഷ്യന്മാർ നടക്കുന്ന അതേ രീതിയിൽ നമ്മൾ നടക്കണം. ഇതുണ്ടോ, ഇവിടെയും ആ ഒരു മിഷൻ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. കാണാം, അപ്പോൾ അവർ നടക്കുന്ന പോലെ തന്നെ നടക്കണം. നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ പോകും. നടന്നാൽ മാത്രം പോരാ കേട്ടോ. കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ വേറെ കുറച്ച് ടാസ്ക് ഉണ്ട്, കാണിച്ചു തരാം. നല്ല ക്ഷമ വേണം കേട്ടോ ഈ ഒരു ഗെയിം കളിക്കണമെങ്കിൽ. എങ്കിൽ പണിവാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല തവണകളായിട്ട് ഔട്ടാവും. ഇവിടെ ആ ഒരു ബോക്സ് കണ്ടോ, ആ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്ന അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം. അതുകൊണ്ട് ഇപ്പോൾ പൊങ്ങാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ, ആ ഒരു ബോക്സ് കഴിയുന്നോളം വരെ. ഫസ്റ്റൊക്കെ ഈ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഏകദേശം ഒരു 4-5 തവണ ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കി പുറത്ത് കാട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ചാടണ്ട. ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, ഫസ്റ്റൊക്കെ കളിക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഒന്നും കൂടെ നമ്മളൊന്ന് പുറത്ത് ചാടിയിട്ട് ബോക്സിന് പുറത്ത് ചാടിയിട്ട് പിന്നെ നമ്മളൊന്നുകൂടെ ചാടാം. അന്നേരം എന്ത് ചെയ്യും, ഇനിയിപ്പോൾ അപ്പുറത്തെ ബോക്സിൽ കണ്ടോ, അപ്പുറത്തെ ബോക്സിൽ ചാട്ടമല്ല, നമ്മൾ തിരിയുവാണ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്, അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ്, നമ്മൾ തിരിയും. അത് തിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അപ്പം പോകും. ഓക്കെ, ഭയങ്കര ചങ്കെടുപ്പായി ഈ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റ് ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കംപ്ലീറ്റ് ആയി. എന്നാലും ഇവിടെ നമ്മൾ തരികട കളിക്കാൻ പാടില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് തരികട കളിക്കുന്നത് കുഴപ്പമില്ല. ആ ലൈറ്റ് വട്ടം പോകണം. ഓക്കെ, സീനില്ല, രക്ഷപ്പെട്ട്. പക്ഷേ ഇവിടെ ഒരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന്മാരെക്കാളും എന്താ പറയുക, ഈ മൃഗങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമെന്നല്ല പറയണേ. ഇവിടെ ഇപ്പോൾ ഇതാ അവിടെ ഒരു പട്ടി കിടന്ന് കുരയ്ക്കും. മറ്റേ പട്ടിക്ക് നമ്മളെ മനസ്സിലായിട്ടുണ്ട്. പട്ടി നമ്മളെ മിക്കവാറും നോക്കിയോ ഇതാ നോക്കി. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഓടി രക്ഷപ്പെടുക. അല്ലെങ്കിൽ പട്ടി നമ്മൾ കറക്റ്റ്
ഇപ്പോൾ ആ പട്ടി തന്നെ അപ്പുറത്തൂടെ വരും നമ്മൾ പിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് രീതിയിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, കുറച്ച് ഒരു ബ്രെയിൻ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പട്ടീൻ്റെ കടി കൊണ്ട് അവിടെ എത്തുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പട്ടീനെ ഇപ്പുറത്താക്കി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ മനുഷ്യനെ കൺട്രോൾ ചെയ്യണം. ഇവിടെയുള്ള മനുഷ്യന്മാരെ നമ്മൾ നമ്മുടെ ഇത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യണം. പിന്നെ ഇവിടെയും കുറച്ച് ടാസ്കുകളുണ്ട്. ടാസ്കുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സ്ലോയാണ്. ഇപ്പം മുന്നോട്ട് പോയിട്ട് ഇവിടെ ഇറങ്ങണം. ഇവിടെ ഇറങ്ങിയിട്ട് ഒന്ന് കളിച്ചാണ്, പക്ഷേ മറന്നുപോയി സംഗതി. ഇങ്ങോട്ട് വരണമെങ്കിൽ അവിടെ എത്തൂല. അപ്പം ഈ ഒരു ബോക്സ് ഒന്നുകൂടെ വേറിട്ട് വെച്ചിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഇറങ്ങണം. ഇപ്പം മനസ്സിലായി. അതായത് ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലോ ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് കയറാനും പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇറങ്ങിയിട്ട് നേരത്തെ ചെയ്ത അതേ ആ ഒരു സംഭവം നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു ബോക്സ് എന്ത് ചെയ്യുക, നേരെ കൊണ്ടുപോയിട്ട് മറ്റേ ആ സ്വിച്ചിൻ്റെ മേലെ വെക്കുക. മേലെ വെച്ച് കഴിഞ്ഞിട്ട് മേലെ ആ ഗേറ്റ് തുറന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, നേരെ ബാക്കിലോട്ട് വന്നിട്ട് നമ്മളത് കൺട്രോൾ ചെയ്ത് നേരെ മുന്നോട്ട് പോവുക. സോ സിമ്പിൾ. ഇവിടെയൊക്കെ നമ്മൾ ഭയങ്കര സിമ്പിളാണെന്നൊക്കെ വിചാരിക്കും, കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴായിരിക്കും. ഓക്കേ, അപ്പം നമ്മൾ ഈ ഒരു ടാസ്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മുന്നോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ടാസ്കുകളുണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത സംഭവം എന്താണ്, അതിൻ്റെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും, കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ഇൻസൈഡ് ഗെയിം നിങ്ങൾ കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് iOS ടാബൊക്കെ ഉണ്ടെങ്കിൽ ടാബിൽ, അതുപോലെ തന്നെ PC ഒക്കെ ഉണ്ടെങ്കിൽ PC-ലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് കളിച്ച് നോക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.